അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാർ ഇവിടെ എത്തി ചർച്ച നടത്തിയ ഘട്ടത്തിൽ അവർ ആ യോഗത്തിൽ തീരുമാനിച്ച പല കാര്യങ്ങളും ഇവിടെ നടപ്പാകുന്നില്ല. ഈ ഫ്ലോട്ടിംഗ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, നടപ്പായില്ല. വലിയ ക്രെയിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതിന് സാങ്കേതിക തടസ്സം പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു, യോഗത്തിൽ തീരുമാനമെടുക്കും. പക്ഷെ ഒരൊറ്റ കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഈ ഘട്ടത്തിൽ അംഗീകരിക്കണം. ആകെ നടന്നത് ഈശ്വർ മാൽപ്പയുടെ ടീം ഈ തെരച്ചിലിറങ്ങുന്നു എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു വർക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ പതിയെ മങ്ങി തുടങ്ങുന്നു. ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടേ മതിയാകും. കർണാടകയിലെ ഇപ്പോഴത്തെ ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ, രീതി കാണുമ്പോൾ ഈ തെരച്ചിൽ അവർ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാൽപ്പയെ കൊണ്ട് ഒന്നോ രണ്ടോ തവണ കൂടി ഇവിടെ പരിശോധന നടത്തി